ഹായ്, ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവരും സുഖമായിരിക്കണമല്ലോ. ഞാനും സുഖമായിരിക്കുന്നു. ഇന്ന് ഞാനൊരു വ്ളോഗിൻ്റെ വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇപ്പം ഒരു നല്ലൊരു ക്ഷേത്രത്തിൻ്റെ വീഡിയോയാണ് കേട്ടോ. ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ നിന്നും കള്ളിക്കാട് എന്ന് പറയുന്നൊരു സ്ഥലത്ത് നിന്നും പിന്നെ ഒരു 3 കിലോമീറ്റർ സ്ട്രെയിറ്റ് വരുമ്പോഴത്തേനാണ് ഈ ക്ഷേത്രം കാണുന്നത്. അപ്പം റോഡ് സൈഡല്ല കേട്ടോ. ഈ 3 കിലോമീറ്റർ വന്നതിന് ശേഷം ഒരു ആർച്ചുണ്ട്. ആർച്ചിനകത്തൂടെ കയറി പോകുമ്പോഴത്തേനുമാണ് അവിടുന്ന് ഈ ആർച്ചിനകത്തൂടെ ഏകദേശം 1 കിലോമീറ്ററോളം ഉള്ളിലേക്ക് വരുമ്പോഴത്തേനാണ് ഈ ക്ഷേത്രം. അപ്പോൾ ഈ ക്ഷേത്രം പാറയുടെ ഏറ്റവും ടോപ്പിലായിട്ടാണ് ഇരിക്കുന്നത്. അപ്പം നമുക്ക് താഴെ നിന്ന് കാണാൻ പറ്റത്തില്ല, കുറച്ച് നമ്മളങ്ങ് കയറണം. ഫുള്ള് പാറയാണ്. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷനാണ് ഞാൻ പറഞ്ഞു തന്നത്. അപ്പോൾ ഇത് ഒരു പ്രത്യേകതയുടെ ഉണ്ട്. എൻ്റെ ജന്മനാട്ടിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അപ്പം ഞങ്ങൾ നാട്ടിൽ പോയ സമയത്ത് മകരവിളക്കിൻ്റെ അന്നായിരുന്നു ഇവിടെ പോകണമെന്നൊക്കെ വിചാരിച്ചിരുന്ന അന്ന് ഞങ്ങൾ പോയി. ക്ഷേത്രത്തിലോട്ട് പോകാൻ വേണ്ടിയിട്ടും കൂടെയാണ് പോയിരുന്നത്. പക്ഷേ ക്ഷേത്രത്തിലൊക്കെ പോയി പൂജയൊക്കെ ഒരു 7 മണി 6:30 മണിയാകുമ്പോഴേ അവിടുത്തെ പൂജ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ചെറിയൊരു മഴക്കോളും ഒക്കെ ഉണ്ടായിരുന്നു. കയറിയ സമയത്ത് നമുക്ക് ഫുള്ളായിട്ടുള്ളൊരു നല്ല രീതിയിലുള്ളൊരു ഇതായിട്ട് നമുക്ക് വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല. കാരണം മഞ്ഞ് മൂടി അങ്ങനെ നിന്നു. മഞ്ഞ് മൂടിയും പിന്നെ മഴയുടെ ഒരു കോളും ഒക്കെ ആയതുകൊണ്ട് ചെറിയ ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും എല്ലാം അതൊക്കെ അങ്ങ് മാറി നമുക്ക് കയറാൻ പറ്റി. ഇതാണ് അതിൻ്റെ എൻട്രൻസ് ഭാഗം വരുന്നത്. എൻട്രൻസ് തുടങ്ങുന്നതേ പിന്നെ പാറയിൽ നിന്നാണ് തുടങ്ങുന്നത്. പക്ഷേ നമുക്ക് കയറാൻ പറ്റാത്തവർക്ക്, ഇച്ചിരി കയറാൻ പ്രയാസമുള്ളവർക്കൊക്കെ പിടിച്ച് കയറാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ കമ്പിയൊക്കെ വെൽഡ് ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട്. പാറയിൽ ഫുള്ള് കാണാമല്ലോ. അതുപോലെ തന്നെ കയറും കെട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ 2 സൈഡിലും കാണുന്നത് ഈ പറങ്കി മാവൊക്കെയാണ്. നമ്മുടെ കാഷ്യൂ നട്ടില്ലേ, അതൊക്കെ കായ്ക്കുന്ന മാവാണ് ഈ സൈഡുകളിലൊക്കെ കാണുന്നത്. അതുപോലെ തന്നെ ക്രിസ്മസ് സീസണിൽ, ഓണ സീസണിലൊക്കെ കാണുന്ന പ്രത്യേകതരം പുല്ലുകൾ ഒക്കെ ഉണ്ട് കേട്ടോ. നിറയെ ഇതെല്ലാം ഉള്ള ഒരു സ്ഥലമാണ്. അതുപോലെ തന്നെയാണ് കുരങ്ങിൻ്റെ ശല്യം ഒരുപാടുണ്ട്. പക്ഷേ നമ്മളെ ആരെയും ഉപദ്രവിക്കുക അങ്ങനെയൊന്നുമില്ല. അതതിൻ്റെ പാട് നോക്കി അതും പ്രകൃതി സൗന്ദര്യമൊക്കെ ആസ്വദിച്ചിട്ട് പാറയിലൊക്കെ ഒരുപാട് നേരം ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് അതും പോയി. ഞങ്ങൾ പക്ഷേ ജസ്റ്റ് ഒന്ന് കയറി തൊഴുതു തിരിച്ചിറങ്ങി. ഒരുപാട് സമയം നമുക്കവിടെ വെയിറ്റ് ചെയ്യാൻ പറ്റിയില്ല. കാരണം നേരം വൈകുന്നതിനനുസരിച്ചിട്ട് നമുക്ക് തിരിച്ച് വരണമല്ലോ. അതുകൊണ്ട് നമ്മളും പെട്ടെന്ന് ഇറങ്ങി. പക്ഷേ നമ്മളൊരു 3 മണി ഒക്കെ ആകുമ്പോൾ മുകളിലോട്ട് കയറിക്കഴിഞ്ഞാൽ ഒരുപാട് നേരം അവിടെ വെയിറ്റ് ചെയ്യാനുള്ള സമയം ഉണ്ടാവും കേട്ടോ. നമുക്ക് ആ സൈഡുകളിലൊക്കെ ഇരുന്ന് നല്ല ഭംഗിയാണ്. ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോഴേ അറിയാമല്ലോ, നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. ഇത്രയും ഭാഗം മാത്രം കോൺക്രീറ്റ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റെപ്പുകളാണ്. ബാക്കിയെല്ലാം ഫുൾ നമ്മൾ പാറയിൽ കൂടെയാണ് കയറി മുകളിൽ പോകുന്നത്. കയറാൻ പറ്റാത്തത് ഞാൻ പിന്നെ ഈ കമ്പികളിലൊക്കെ പിടിച്ചിട്ടാണ് കയറിപ്പോയത്. എനിക്ക് ഭയങ്കര ഒരു ക്ഷീണം പോലെയൊക്കെ തോന്നി. പക്ഷെ അത്ര പ്രയാസമൊന്നുമില്ല കയറാൻ. ആദ്യമായിട്ട് കയറുന്നവർക്ക് ചിലപ്പം പ്രയാസമായിട്ട് തോന്നും. പിന്നെ ഞങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്കൊക്കെ കയറുന്ന സ്ഥലമാണ് കേട്ടോ. പിന്നെ ഇപ്പോഴാണ് ഇതൊരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചത്. ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്, പോകുന്നുണ്ട്. വെയിറ്റ് ചെയ്യുന്നത് കുറവാണ്. പിന്നെ തിരിച്ച് വരുമ്പോഴത്തേനും ഫുള്ള് ലൈറ്റും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് പേടിയൊന്നും തോന്നില്ല. ആൾക്കാരും ഉണ്ട്. താഴെ അറ്റം വരെ, മുകളിൽ നിന്നും താഴെ അറ്റം വരെ ലൈറ്റൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഒരു കുഴപ്പമില്ല. പക്ഷേ യാത്രാ സൗകര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് എല്ലാവരും തിരിച്ചിറങ്ങുന്നത്. പിന്നെ മഴയുടെ ബുദ്ധിമുട്ടൊക്കെ കൊണ്ടാണ് എല്ലാവരും പെട്ടെന്നൊക്കെ ഇറങ്ങുന്നത്. കുറച്ച് ആൾക്കാരൊക്കെ ഇറങ്ങുന്നുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ മുകളിലുണ്ട്. അവിടെ ഈ കാണുന്ന പോർഷനിൽ ഇത്തിരി കയറാൻ ഇച്ചിരി പ്രയാസമാണ്. അതുകൊണ്ട് നമ്മൾ വെയിറ്റ് ചെയ്ത് ആ മുകളിൽ നിന്ന് ഇറങ്ങുന്നവർക്ക് മാർക്ക് കൊടുത്തതിന് ശേഷം അവർ പോയതിന് ശേഷം നമ്മൾ അങ്ങ് മുകളിലോട്ട് കയറുന്നു. ഈ കാണുന്നൊക്കെ നെയ്യാർ ഡാമിൻ്റെ ഭാഗമാണ് കേട്ടോ. നമ്മുടെ നെയ്യാർ ഡാമുകളാണ്. അവിടെ എവിടെയായിട്ടുള്ള വെള്ളം ഉള്ള അണക്കെട്ടുകൾ അതൊക്കെയാണ് കാണുന്നത്. നല്ല ഭംഗിയാണ്. നമ്മളാണ് ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത് ഇപ്പം. ഇനി ഇവിടെ ഈ കാണുന്ന ചെടികളൊക്കെ നമ്മൾ കണ്ടോ, ഈ കാണുന്ന ചെടികളൊക്കെ നമ്മൾ ചെടിക്കടകളിൽ നിന്ന് വാങ്ങുന്ന ഭയങ്കരമായ റേറ്റിലൊക്കെ ഇപ്പോൾ ട്രെൻഡായിക്കൊണ്ടിരിക്കുന്ന ഒരു ചെടിയാണ് കേട്ടോ. അതിൻ്റെ ഒരു ഷോർട്സ് ഞാൻ ഇട്ട് തരാം. അതിൻ്റെ പൂവൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്ത് റേറ്റ് കൊടുത്താണ് നമ്മൾ കടകളിൽ നിന്നൊക്കെ വാങ്ങുന്നത്. പക്ഷേ ഇവിടെ വളരെ, അതായത് പാറപ്പുറത്ത് നിറച്ച് പൂത്ത് നിൽക്കുന്നത്. പക്ഷേ പൂക്കെ ഇന്ന് രാവിലെ പൊങ്കാലയൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് ഒരുപാട് ആൾക്കാർ കയറി. അപ്പോൾ ആ സമയത്ത് എല്ലാവരും ഓടിച്ചുകൊണ്ട് പോവുകയും അങ്ങനെയൊക്കെ ചെയ്തത് കൊണ്ടായിരിക്കാം പൂ കുറവാണ്. പക്ഷേ ചെടി ഇഷ്ടം പോലെ നിൽക്കണുണ്ട്. കണ്ടോ നെയ്യാർ ഡാം. അങ്ങനെ ഏകദേശം ഞങ്ങളിഞ്ഞ് കയറി എത്താറായിട്ടുണ്ട്. ഞാനും പാടുപെട്ടാണ് കയറുന്നത്. മോനും മോൻ്റെ അച്ഛനും ഒക്കെ പെട്ടെന്ന് അങ്ങ് കയറിപ്പോയി.
സത്യം കേട്ടാ ഒരു പ്രത്യേക ഭംഗിയുണ്ട്. ഭംഗിയും സമാധാനവും സന്തോഷവും ഒക്കെ തോന്നും. നമുക്ക് നല്ല ശാന്തതയൊക്കെ തോന്നും കേട്ടോ. ടോപ്പിൽ കയറി കുറേ നേരം നമുക്ക് ആ പാറയിലൊക്കെ റെസ്റ്റ് ചെയ്യാനുള്ള സ്ഥലമൊക്കെ ഉണ്ട്. സമയമുള്ളവർക്ക് അതിനനുസരിച്ചിട്ട് കയറുക. പിന്നെ കൂടുതലും ഈ സീസൺ മണ്ഡലകാലം, അതായത് മകരവിളക്കിൻ്റെ സീസണിലായിരുന്നു കൂടുതലും ആൾക്കാർ കയറുന്നത്. പിന്നെ ആഴ്ചയിൽ ഒരു ദിവസം, വെള്ളിയാഴ്ചയാണോ ചൊവ്വാഴ്ചയാണോ ഏതേ ഒരു ദിവസം അവിടെ പൂജ ഉണ്ടാവുള്ളൂ. ഞാനും കുറേ നേരം പോയി ആ പാറയുടെ അവിടെയൊക്കെ നിന്ന് എന്തോ ഒരു നല്ല സമാധാനം. കാണുമ്പം തന്നെ നമ്മളെന്താ ഒരു വല്ലാത്തൊരു ഫീലാണ് അവിടെ നിൽക്കുമ്പോൾ. നല്ല ഭംഗിയുള്ള സ്ഥലം. പക്ഷേ ഒരു കുഴപ്പം മാത്രമേ ഇല്ലായിരുന്നു, കാറ്റധികം ഇല്ലായിരുന്നു കേട്ടോ. ഈ വൈകുന്നേര സമയം ആയതുകൊണ്ടായിരിക്കാം കാറ്റധികം ഇല്ലായിരുന്നു. അല്ലാത്ത സമയത്ത് ഭയങ്കര കാറ്റായിരിക്കും. അപ്പം നമുക്ക് കയറുന്നവർക്കൊക്കെ ഇങ്ങനെ പൂജാ സമയങ്ങളിലൊക്കെ പോകുമ്പോഴത്തേനും അവിടെ ആളുണ്ടാവും. അല്ലാത്ത സമയത്തൊക്കെ നമ്മൾ പോകുമ്പോൾ ഒറ്റപ്പെട്ട് പോകില്ലേ. തിരക്കൊക്കെ ഉള്ള സമയത്ത് പോകുമ്പോൾ ഇത്തിരി കൂടെ ഒരുപാട് ആൾക്കാർ ഒന്നിച്ച് കയറുമ്പോൾ അതൊരു പ്രത്യേക ഭംഗിയാണ് കയറാൻ. അപ്പം ഞാൻ നമ്മുടെ അമ്പലം ഇരിക്കുന്ന ആ പാറയുടെ അവിടെ എത്തിയിട്ടുണ്ട്. അവിടെയും കാണാമല്ലോ, ഇച്ചിരി കയറാൻ പ്രയാസമാണ്. അതുകൊണ്ടാണ് ഈ കമ്പികൾ വെൽഡ് ചെയ്ത് വെച്ചേക്കണം. പണ്ടൊക്കെ നമ്മൾ വരുന്ന സമയത്ത് ഈ കമ്പികൾ ഇങ്ങനെ വെൽഡ് ചെയ്ത് വെച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഒരിക്കൽ കയറിയ സമയത്ത് എനിക്ക് കയറണ്ടെന്ന് തോന്നി. കാരണം ഞാൻ പറയുകയാണ്, എനിക്ക് കയറാൻ പറ്റില്ല, ഈ പാറയുടെ പുറത്തൂടെ എനിക്ക് കയറാൻ പറ്റില്ല. ഞാൻ തിരിച്ചു പോകാൻ നിന്നു. പിന്നെ അവിടെ നിന്നവരൊക്കെ കൂടെ എനിക്ക് കൈ തന്നാണ് എന്നെ മുകളിൽ കയറ്റി. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതെൻ്റെ പേടിയായിരുന്നു. കയറാനൊക്കെ പറ്റും. ഇപ്പോൾ കണ്ട അവിടെയൊക്കെ കുറച്ച് പണി നടക്കുന്നുണ്ട്. അവിടെ മണലും എംസാൻഡും ഒക്കെ കൊണ്ട് ഇറക്കിയിരിക്കുകയാണ്. ഇതാണ് അതിൻ്റെ ടോപ്പിൽ, നമ്മുടെ ടോപ്പിലെത്തിയിട്ടുള്ള വ്യൂ ആണ്. എന്ത് ഭംഗിയെന്നൊക്കെ. നീലാകാശവും നല്ല തൂവൽ കെട്ടുപോലുള്ള മേഘങ്ങളും വെള്ളവും. ഇതാണ് നമ്മുടെ വളരെ ഫേമസ് ആയിട്ടുള്ള കാളിപ്പാറ അമ്പലം. ഇവിടുത്തെ പ്രതിഷ്ഠ എന്ന് പറയുന്നത് കാളിദേവിയും പിന്നെ അയ്യപ്പനും നാഗരും ഗണപതിയും. പേര് മറക്കണ്ട, കാളിപ്പാറ. ഞാനും ഇതാ എത്തി. അങ്ങനെ കാളിപ്പാറയിൽ കുറേ നാളുകൾക്ക് ശേഷം കാളിപ്പാറ അമ്പലത്തിൽ ഞാനും കയറി. ആൾക്കാർ വരുന്നുണ്ട്, തിരിച്ചിറങ്ങുന്നവരുമുണ്ട്. രാവിലെയൊക്കെ നല്ല തിരക്കായിരുന്നു കേട്ടോ. ഈ പൊങ്കാലയൊക്കെ ആയിരുന്നുകൊണ്ട് രാവിലെ നല്ല തിരക്കായിരുന്നു. വൈകിട്ടായപ്പോൾ തിരക്ക് കുറവുണ്ട്, എന്നാലും തിരക്കുണ്ട്. ഒത്തിരി പേര് അങ്ങനെ നിൽക്കുന്നില്ല, പോവുകയാണ്. വന്ന് എല്ലാവരും തൊഴുത് കുറച്ച് നേരം നിന്നിട്ടൊക്കെ അങ്ങ് പോവുകയാണ്. പൂവ്, ദേവിക്കുള്ള പൂവ്, അഭിഷേകത്തിനുള്ള പൂവൊക്കെ കുഞ്ഞു മക്കളും കൂടെ ചേർന്ന് സഹായിച്ചു കൊടുക്കുന്നുണ്ട്. പല സൈഡുകളിലായിട്ടിരുന്ന് ഓരോ തെറ്റി, അരളി, റോസ്, ഇങ്ങനെയൊക്കെ എല്ലാവരും ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്ക് ഇതിനൊന്നും സമയം കിട്ടില്ല, കാരണം പെട്ടെന്ന് ഇറങ്ങണം എന്നുള്ളത് കൊണ്ട് ഞാൻ ഇതിലൊന്നും കൈവയ്ക്കാൻ പോയില്ല. ഞാൻ പെട്ടെന്ന് തൊഴുതു, അവിടെ നിന്ന് തൊഴുതു, തീർത്ഥമൊക്കെ വാങ്ങിച്ചു. ഞാൻ പിന്നെ അമ്പലം കാണിക്കാത്തതായിരുന്നു. ഇവിടെയൊക്കെ ഈ നിലവിളക്ക് വെച്ചിട്ട് ഈ ചുറ്റും ഇടിങ്ങിലൊക്കെ വെച്ചിട്ട് ചെയ്തിരിക്കുകയാണ് കേട്ടോ. ഇനിയിപ്പം ഇവിടെ ഫുള്ള് വിളക്ക് കത്തിക്കും, പാറയിലും ഫുള്ള് വിളക്ക് കത്തിക്കും. പിന്നെ ലൈറ്റൊക്കെ ഇട്ട് നല്ല ഒരു പ്രത്യേക ഭംഗി, കമ്പമൊക്കെ കത്തിക്കും. അങ്ങനെ ഒരുപാട് ഇതുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് അതൊക്കെ വെയിറ്റ് ചെയ്ത് നിൽക്കാനുള്ള ലേറ്റാവും എന്നുള്ള പേടിയുണ്ട്. അതായത് ഞങ്ങൾ പെട്ടെന്ന് ഇറങ്ങിയതാണ്. പക്ഷെ തൊഴുതു, പൂജയ്ക്ക് നിന്നില്ല. ഈ വിളക്കൊക്കെ കത്തിക്കുന്നത് കാണാനായിട്ട് നിന്നില്ലെന്നേ ഉള്ളൂ. ഞങ്ങൾ പെട്ടെന്ന് തന്നെ താഴേക്ക് ഇറങ്ങണം. ഒരു മാക്സിമം പോയാൽ ഒരു 10 മിനിറ്റ് ഞങ്ങൾ അവിടെ നിന്ന് കാണും, അത്രയേ ഉള്ളൂ. പിന്നെയാണ് ചിന്തിച്ചത്, അയ്യോ ഒരു 10 മിനിറ്റ്, ഒരു അരമണിക്കൂറും കൂടെ നമ്മൾ അവിടെ വെയിറ്റ് ചെയ്തിരുന്നെങ്കിൽ ഈ വിളക്കൊക്കെ കത്തിച്ചിട്ട് ഇങ്ങനെ ഫുള്ള് ആ പാറയിലും എല്ലാ സ്ഥലങ്ങളിലും ഫുള്ള് വിളക്കൊക്കെ കത്തിച്ചു. അത് കാണാൻ ഒരു പ്രത്യേക ഭംഗിയായിരിക്കില്ലേ എന്ന് ചിന്തിച്ചത്. ഇത് വർഷത്തിൽ ഒരിക്കലൊക്കെ കിട്ടുന്ന അവസരങ്ങളാണ്. ഇങ്ങനെ ഫുള്ള് വിളക്ക് കത്തിക്കുകയും ഇങ്ങനെ മണ്ഡലകാലത്തിൽ മാത്രം ഉണ്ടാകുന്ന ഒരു പ്രത്യേകതയാണ് കേട്ടോ അത്. പണ്ടൊക്കെ ഇത്രയും ആഘോഷമില്ലായിരുന്നു, ജസ്റ്റ് ഒരു വിളക്ക് കത്തിക്കുക അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ കാലം പോകും തോറും ഓരോ ആഘോഷങ്ങൾക്കും മാറ്റം വരുന്നില്ലേ. പിന്നെ ഇവിടെ ഒരു പ്രത്യേകത ഉണ്ടെന്ന് പറയുന്നത് കാളി തീർത്ഥം ഉണ്ട് കേട്ടോ. കാളി തീർത്ഥം കാളിമല പോലെ തന്നെയാണ് ഇവിടെയും കാളിപ്പാറയിലും ഉണ്ടതായി കാണുന്നതാണ്. ഇത് വറ്റാറില്ല എന്നാണ് പറയുന്നത്. ഇത് സത്യമായ കാര്യമാണ്. ഈ വെള്ളം വറ്റാറില്ല, ഇതിങ്ങനെ കിടക്കും. നമ്മുടെ ഈ ക്ഷേത്രത്തിലുള്ള പൊങ്കാലയ്ക്കൊക്കെ ഉള്ള ആവശ്യവും പൂജാ കാര്യങ്ങൾക്കുള്ള ആവശ്യത്തിനൊക്കെ ഈ വെള്ളം കിട്ടും.
എത്ര വേനൽ സമയമായാലും ഈ വെള്ളം വറ്റാറില്ല. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അങ്ങനെ ഞങ്ങളും അവിടെ അമ്പലമൊക്കെ തൊഴുതു, കുറച്ച് നേരം അവിടെ ഇരുന്നു. പിന്നെ പതിയെ താഴേക്ക് ഇറങ്ങുകയാണ്. കാരണം നമുക്ക് ഇപ്പോഴേ ഇറങ്ങിയാൽ മാത്രമേ, ഇനി ഇരുട്ടായി കഴിഞ്ഞാൽ ഒന്നാമത് വീഡിയോയ്ക്ക് ഒരു ക്ലാരിറ്റി ഉണ്ടാവില്ല, നമുക്ക് വീഡിയോ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല, പിന്നെ ലേറ്റ് ആവും. എല്ലാം കൊണ്ട് ഞങ്ങൾ തൊഴുത് കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ട് ഞങ്ങളും ഇറങ്ങുകയാണ്. ഇനിയൊരു മണ്ഡലകാലം ഉടനെ വരട്ടെ, അല്ലെങ്കിൽ ഇനിയൊരു മണ്ഡലകാലത്തിലേക്ക് കാത്തിരുന്നു കൊണ്ട് ഇനി അടുത്ത വർഷത്തെ മണ്ഡലകാലത്തിൽ നമുക്ക് ആർക്കൊക്കെ വരാൻ പറ്റും എന്നൊക്കെ ആർക്കും ഒന്നും പിടിയില്ലാത്തൊരു കാലമാണല്ലേ. നമ്മളെ വരും കാലത്തിൽ നമ്മൾ എന്താണോ, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ളൊരു അവസരങ്ങൾ ഇനി കിട്ടുമോ, അങ്ങനെയൊന്നും നമുക്കൊരു പ്രതീക്ഷയില്ല. എന്നാലും ഇനി ഒരിക്കൽ കൂടെ വരാൻ കഴിയണേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഞങ്ങൾ താഴേക്ക് ഇറങ്ങുകയാണ്. ഇതാണ് അതിൻ്റെ ഒരു ഫുൾ ഇത് പാറയിൽ ചെയ്തിരിക്കുന്ന ഒരു സ്റ്റെപ്പാണ് കേട്ടോ. ഒരു കാല് നമുക്ക് കറക്റ്റാக വെച്ച് ഇറങ്ങാൻ പറ്റും. അത് സൈഡ് തിരിഞ്ഞ് ഒക്കെ ഇറങ്ങാൻ പറ്റും. വീഴും എന്നുള്ള പേടി എനിക്കുണ്ടായിരുന്നു. കയറിയ സമയത്ത് അത് അറിഞ്ഞില്ലായിരുന്നു, അങ്ങ് കയറിപ്പോയി. പക്ഷേ ഇറങ്ങിയപ്പോൾ ഇച്ചിരി പ്രയാസപ്പെട്ട് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു, വീഴുവോ എന്നൊക്കെയുള്ള. ഒരു കാല് ജസ്റ്റ് നമുക്കങ്ങനെ വെച്ച് വരാം, അത്രയേ ഉള്ളൂ. അതൊക്കെ ഒരു പ്രത്യേക ഒരു അനുഭവങ്ങളാണ്. പിന്നെ ഏകദേശം പേരും അങ്ങ് താഴേക്ക് ഇറങ്ങുകയാണ് കേട്ടോ. അവിടെ ദൈവത്തിന് അഭിഷേകത്തിന് വേണ്ടിയിട്ട് പൂ ചെയ്തുകൊണ്ടിരുന്ന മക്കളൊക്കെയാണ്. അവരും എല്ലാവരും താഴേക്ക് ഇറങ്ങുകയാണ്. അങ്ങനെ എന്തായാലും നല്ല രീതിയിൽ പ്രാർത്ഥിച്ചു. എല്ലാവരുടെയും ആഗ്രഹങ്ങളൊക്കെ നടക്കട്ടെ എന്ന് നമുക്ക് ഭഗവാനോട് പ്രാർത്ഥിക്കാം. ഇതാണ് റോഡിൽ വന്നിട്ട് നമ്മൾ എടുത്തിട്ടുള്ള ഒരു വ്യൂ ആണ് കേട്ടോ, ആ പാറയുടെ. ഓക്കെ, ബൈ.